ഗ്ലാമി ഗംഗയുണ്ടെങ്കിൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിയതിന് ശേഷം കുറേയധികം സോഷ്യൽ മീഡിയയിൽ ന്യൂസ് കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി രണ്ടാം വിവാഹമാണ്, ആദ്യ വിവാഹത്തിൽ ഒരു മോളൊക്കെ ഉണ്ട്. ഗ്ലാമി ഗംഗ എന്തിനാണ് ഇതേ കണക്ക് രണ്ടാം വിവാഹം കഴിക്കുന്ന ആളെ കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം കമൻസും നെഗറ്റീവായിട്ടും പിന്നെ പോസിറ്റീവായിട്ട് അവർ തീരുമാനമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലും കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു പയ്യനെ, വിഷ്ണു എന്ന് പറഞ്ഞ ഈ ഒരു പയ്യനെ പരിചയപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഗ്ലാമി ഗംഗ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഗ്ലാമി ഗംഗ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ മനസ്സിലാക്കാനും എൻ്റെ കുടുംബത്തെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ആ ഒരു ബന്ധത്തിലേക്ക് പോയതും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഇതേ കണക്കുള്ള സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നി. അതുവഴിയാണ് ഞങ്ങൾ മുമ്പിലോട്ടുള്ള ജീവിതം ഒരുമിച്ച് നടക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ ആ ഒരു ഗ്ലാമി ഗംഗ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് കുറേയധികം പേർക്ക് ഈ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നവരോടും പറയാനുള്ളത്. അവരുടെ ജീവിതമാണ്, അവർക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയ സമയത്താണ് അവർ അത് തീരുമാനിച്ച് ആ ഒരു കാര്യം അറിയിച്ചത്. അപ്പോൾ അതിനെ അവരുടെ ജീവിതമാണ്, അവർ കറക്റ്റായിട്ടുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാമെന്നല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അവർക്കെതിരെ കമൻസ് ഇടുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല.